ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളെ കാണുകയാണ്. അപ്പോൾ ഈ ഒരു വലിയ രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു നവകേരള സദസ്സിൽ നിന്നും കിട്ടിയിട്ടുള്ളൊരു ഔട്ട്പുട്ട്? ഞാൻ നോക്കിയിട്ട് എൻ്റെ ഒരു പൊതുജീവിതത്തിൽ ഏറെക്കാലമായി ഇപ്പം നിയമസഭയിൽ തന്നെ ചെന്നിട്ട് ഇപ്പം ഏതാണ്ട് 10-22 വർഷം കഴിഞ്ഞു. ജനങ്ങളുമായിട്ട് സംവദിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുമ്പോൾ ജനങ്ങൾ അതിനോട് സഹകരിക്കുന്ന രീതിയാണ് എക്കാലത്തും കണ്ടിട്ടുള്ളത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളി പോലെയാണ്. അത് പാടില്ല. ജനങ്ങളോടൊരു വെല്ലുവിളി ഉയർത്തുക എന്നുള്ളതല്ല ആവശ്യം. പ്രതിഷേധങ്ങൾക്ക് അതിൻ്റേതായ തലമുണ്ട്. പ്രതിഷേധിക്കണം. പ്രതിപക്ഷം ഒരു തിരുത്തൽ ശക്തിയെ പ്രവർത്തിക്കണം. ഇതൊക്കെ ഭരണഘടന നമുക്ക് നൽകുന്ന, അല്ലെങ്കിൽ ആ ലക്ഷ്യബോധം പുലർത്തേണ്ടതൊക്കെ തന്നെയും അനിവാര്യമായിരിക്കാം. പക്ഷെ അതല്ലല്ലോ ഇവിടെ കാണുന്നത്. ഇവിടെ ഇത്രയും കൂട്ടായി വരുന്ന ജനങ്ങളെ വെല്ലുവിളിക്കുന്നു. അപ്പോൾ ജനങ്ങൾ ഇറങ്ങി വന്നത് തെറ്റായിപ്പോയി എന്നൊരു കൺസെപ്റ്റ് സമൂഹത്തിന് കൊടുക്കുന്നു. അതെല്ലാം ആവശ്യം വേണ്ടത്. ഈ മറ്റൊരു കാര്യം, ഈ സജി ചെറിയാന്റെ പ്രസ്ഥാനം വലിയ വിവാദമായിട്ടുണ്ട്. അത്തരത്തിൽ പ്രസംഗമടക്കം വന്നിരിക്കുകയാണ് ദീപിക. അല്ല അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പം സംസാരിക്കുന്നില്ല. അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വരുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഞാനും ഇത്തരം കാര്യങ്ങളൊക്കെ വായിച്ചു. അതൊന്നും ഞങ്ങളിൽ നിന്ന് അഭിപ്രായം ചോദിച്ചെടുക്കേണ്ട ഒന്നാണ് എന്ന് വിചാരിക്കേണ്ടതായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും പറയുന്ന കാര്യം സർക്കാരിൻ്റെ നിലപാടായിട്ട് കണക്കാക്കിയാൽ എങ്ങനെ ഇതാക്കാൻ പറ്റും? ഇല്ല, അതൊന്നും ഇപ്പോൾ ഒരു ചർച്ചാ വേദി. സജി ചെറിയാനെന്നുള്ളത് മാത്രമല്ല, ആര് പറഞ്ഞാലും അതെല്ലാം നിങ്ങളുടെ സമൂഹത്തിൽ കണ്ടു, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. അത് വേറെ കാര്യം. അതിപ്പോൾ ഞങ്ങളെപ്പോഴുള്ള ആൾക്കാരും കാര്യമില്ല. ഇപ്പോൾ രാവിലെ ഇതിന് അഭിപ്രായം പറയണം, എന്താണ് എൻ്റെ സ്ഥിതി എന്നൊക്കെ പറയേണ്ട ഒരു സ്ഥിതി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതായാലും ഈ നവകേരള സദസ്സിന് കൊച്ചിയിൽ അന്ത്യകൂദാശ കൊടുക്കുമെന്നാണ് DCC അധ്യക്ഷനടക്കം പറഞ്ഞിരിക്കുന്നത്. ഇന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് അവർ വ്യക്തമാക്കിയത്. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആ കാസർഗോഡ് മുതൽ കണ്ടുവരുന്നതനുസരിച്ച് ഇത്രയും വലിയൊരു ജനാവലിയെ ആ നിലയിലേക്ക് നിർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ എൻ്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അത് ഒരു തെറ്റായ മെസ്സേജാണ്. ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഗവൺമെൻറ്റുമായി സംവദിക്കാൻ വരുന്നവരെ വെല്ലുവിളിക്കുന്നു എന്ന് കാണുന്നൊരു സ്ഥിതി. എല്ലാവരും കൂടിയാണല്ലോ ഒരു സർക്കാർ. ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുകളിൽ മുന്നണിയായിട്ടും പൊളിറ്റിക്കലായിട്ടും നല്ല പോരാട്ടം നടത്തും. തള്ളിക്കളയുകയാണ് മന്ത്രിമാർ.